ഗൂയ്സ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അരീക്കൽ എന്ന ഗ്രാമത്തിലാണ്. ഇവിടുത്തെ കാഴ്ചകളെ ഗൈസ് എന്ത് സഞ്ചരി, എന്ത് പ്രകൃതി വഴി, എന്ത് അടുപ്പമുള്ള ഒരിതാണ്. അതാണ് ഗൈസ്, അതാ കണ്ടോ, എന്ത് മല വീർത്തുള്ള സ്ഥലമാണിത് ഗൈസ്. ഇവിടെ ഒരു ഗുഹ ഉണ്ട്, ഒരു ഗുഹ. അത് ഇവിടെ അല്ല, കുറച്ചുകൂടി മേലോട്ട് പോകണം. ആടെ മാലുണ്ട്, അതിൻ്റെ മേത്ത് പോകണം. ആടെ ഗൈസ് ഗുഹകളെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അരീക്കൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ താഴത്തോടൊക്കെ നമ്മൾ എന്താ പറയുക, ഗൈസ് ഞങ്ങൾ പൊയിൽ പോകണം. അപ്പോൾ കഴിഞ്ഞ എൻ്റെ മീനെ പിടിക്കാവുന്ന കുട്ടിയാണ് ക്യാമറമാൻ എവളാണ്. അപ്പോൾ നമ്മൾ പൊയിൽ കല്ലിയാ പോയി. എൻ്റെ അമ്മൻ്റെ ഏട്ടൻ്റെ അറിയില്ല, അഞ്ചമ്മൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ്. അത് അതിന് പോലെ സ്ഥലം പൊയിലാണ്. ആരും വരല്ലേ. ആ ഗൈസ്, ഇതാണ് കിണറ് പൊട്ടിച്ചിട്ടാണ്. ആ പൊട്ടക്കാണ്. ജെറ്റോടെ വിട്ട് ഞങ്ങൾ വണ്ടി കഴിഞ്ഞു. ഇതാണ് പ്രകൃതി പറഞ്ഞാല്. അതുണ്ടോ വൃത്തിട്ട് അത് പഴമട്ട മലയൊക്കെ തലയൊക്കെ കണ്ടാൽ കണ്ടോ ഡബ്ബർത്തോടെ ഗൈസ്. ഞങ്ങൾക്ക് ഡബ്ബർത്തോടെ ബാക്കി കാണിച്ചരാം. സബ്സ്ക്രൈബും ലൈക്കും നിർബന്ധമായിട്ടും ചെയ്യണം. ഷെയറും കൂടി കേട്ടോ ഗൈസ്. ഇവള് പറഞ്ഞാട്ടോ സബ്സ്ക്രൈബ് ലൈക്കും ഇവള് പറയാൻ തല്ലും കേട്ടോ ഗൈസ്. ഇതല്ല, ഇതിന് വൃത്തി കൊള്ളാൻ പറ്റുന്ന റബ്ബറിന്റെ ഇതുണ്ട് ഗൈസ്. വിള പറയാൻ മലഞ്ചെരുവിലാണ്. വിള വേണ്ട മേത്തേക്ക് പോണം. അതാണ് അരീക്കൽ മേത്തലാണ്. അവിടെ ഗുഹ ഉണ്ട്, മൈതാനുണ്ട്, കല്ലുട്ടി ഉണ്ട്. കല്ലൂട്ടി ആകുമ്പോ അത് കല്ലുള്ള സ്ഥല. ഒന്നുകൂടി പറ. മൈതാനോ കല്ലുട്ടി ഗുഹ. ഓ അപ്പോൾ ഗൈസ്, പ്രകൃതിയോട് അടുപ്പമുള്ള ഏറ്റവും സാന്നിധ്യമുള്ള മനുഷ്യന്മാർ അരീക്കലത്തോരാണ്. 100-110% ഉറപ്പാട്ടോ. സൺസെറ്റ് ഒക്കെ എന്ത് വൃത്തിയുണ്ട്. ഞാനൊക്കെ ഒരു ലോക്കൽ ഒരു ഹൈ കോളേജ് സിറ്റി സാമ്യത്തിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സിറ്റിയും ഗ്രാമവും ഒരുമിച്ച് നിൽക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ നടുവിലുള്ള സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, കൃത്യം ഒരു പ്രകൃതിയുമായി ഏറ്റവും അടുപ്പമുള്ളൊരു വീടാണിത്. അല്ല, ഗ്രാമമാണ്, വീടല്ലേ, ഗ്രാമം. അപ്പൊ കൈസ് അങ്ങനെ റബ്ബർത്തോടെ ഇത് പഴയ അനാഥമായി പോയ ഏതോ ഒരു അനാഥമായി പോയ വീടാണ്. അനാഥമായി സൺസെറ്റ് കറക്റ്റ് അവിടെ സൺസെറ്റ്. എന്റെ മോനെ ഇത് ഇവിടെ ഉള്ള ടവർ ഉണ്ടല്ലോ. സൂര്യനൊക്കെ ടവർ കറക്റ്റ് ഫോണിലാണ് കറക്റ്റ് കാണില്ല. 5 റെഡ്മി നോട്ട് 5 Pro ലോക്കൽ ഫോണാണ്, അതുകൊണ്ട് കാണൂല. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പ്ലോർ സ്ഥലം നരിക്കുനി, എരവന്നൂർ, അരീക്കൽ മേൽ നൈസറി റോഡാണ്. നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. നൈസറി റോഡിന് നേരെ മേലോട്ട് എറിയതാ ഇങ്ങനത്തെ ഒരു വഴി ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ അറിയണ്ട, അതിന് നേരെ മുന്നോട്ട് എറി. ആ പോസ്റ്റ് നേരെ ആട്ട് നോക്കിയാൽ ഒരു സമയം എത്രയും പോവും, ഒരു 5:43 അങ്ങനെ വന്ന് നോക്കിയാൽ ഗൈസ് കറക്റ്റ് സൺസെറ്റ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് കൂടിയാണ് പോകുന്നത് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓഫ് റോഡിന്റെ ഗൈസ് കണ്ടോ, സുഗന്ധമായൊരു മാവ്, ഒരു തെങ്ങ്, ഒരു വീണ്ടും മാവ്, തെങ്ങ്, എന്തൊക്കെ പുല്ലൊക്കെ ഗൈസ്. ഇതാണ് ഇപ്പോൾ ആകാശം നമ്മൾ ഓഫ് റോഡ് ഗൈസ്. കണ്ടോ, ഓഫ് റോഡ് എത്തില്ല ഗൈസ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് റോഡ്. കുട്ടി അവിടെ നായുണ്ട്, ബൗളോഗ് കേട്ടോ ഗൈസ്. ഈ വീഡിയോ തന്നെ 2 വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഷാന വ്ളോഗും, ഒന്ന് ബൗബോ വ്ളോഗും, എന്ന് വെച്ചാൽ നായ്ക്കുട്ടിന്റെ വ്ളോഗ് ഗൈസ്. ഓഫ് റോഡ് അതോ ഓടുന്ന ഗൈസ് നായി. ആ നായ്ക്കുട്ടി തന്നെ ഓടിച്ചേ. അതോ ഞാൻ പറഞ്ഞല്ലേ ഒരിക്കലും അതാ ഞാൻ ഓടിച്ച വെറുതല്ലേ മുച്ചിയെ. ഇനി ബൈക്കണേ ഞാൻ വരൂല. ഓടണേ രാജിയെ കല്ലൊക്കെ എടുത്തോളെ ഐസ്. കണ്ടോ എറിയാനുള്ള കല്ലൊക്കെ എടുത്തു വെച്ചു. കുറച്ചമ്പുരാനെ ഒന്നുമില്ല ഗൈസ്. നായിനെ കണ്ടു പേടിച്ച് ഓടും ഞാൻ.
ഞാനേ മരിച്ചു വരുന്നത്. നായിനെ കേറ്റി കിട്ടും ഗൈസ്. അപ്പൊ നമ്മളതാ ആടാ ഗൈസ് ബോബോ വ്ളോഗ് എന്ന് എത്തിയാ പറഞ്ഞല്ലോ. ബോബോ വ്ളോഗ് ബോബോ വ്ളോഗ് ബോബോ വ്ളോഗ് കാട്ടുന്നു ചാടിയൊന്ന് അടക്കാട്ടുന്ന ഭൂമി എന്തെങ്കിലും ജർമ്മൻ ഷിപ്പോട്ട് ഓടി വന്ന് കാര്യം ഒറ്റ ഓട്ടിക്കല് മനുഷ്യന്റെ ജീവനും പണിയാൻ പറ്റും. എഴുത്തച്ചോളം ഓടിച്ച് ഞാൻ കാട്ടിത്തരാം. എഴുത്തച്ചോ ഓടിച്ചോ ഫുള്ള് വഴി ഞാൻ ക്ലിയർ ചെയ്യാതെ അവസാനം ഈലങ്ങ ചാടി ആയാലും അപ്പുറത്തുകൂടിയൊക്കെ വാങ്ങി ഈലങ്ങ ഇതാ ഈകളെ കേട്ടോ കല്ലിരുന്ന് ഈലങ്ങൾ ചാടി വന്ന് ഇവിടുത്തെ ഞാൻ ആടേണ്ടായിരുന്നു. നായി ഇവിടെ നായാണ് ഉത്സവം പോട്ടിനകത്ത് പറപ്പിയെന്നെ. ഞാൻ ആ വീഡിയോ ഞാൻ ആടണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ ആടാ അന്ന് ഞാൻ ഇവിടുന്ന് ഞാൻ ജെറ്റാണ് കൂടെ ഉണ്ട്. ഇവിടെ എത്തിയാണ് നായി ബാഗ് ഓടിയായിരുന്നു. പോലെ പുതിയ ആരും ഇല്ല. ആ ഗൈസ് കാക്ടസ്. അപ്പൊ ഗൈസ് അപ്പൊ ഇന്നലെ പരിപാടി കാക്ടസ് പറയും അതെ കേട്ടോ ഗൈസ്. ഇതാ ഇവിടെ ഞാൻ ഇങ്ങനെ പാഞ്ഞന്ന് ഞാൻ ഓടിച്ചിന്റെ മോനോ ഈടത്തിന്ന് ഓടി 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 ആടെ വളവ് കണ്ടോ. ആടെ അപ്പൂരിന്റെ അടുത്ത് ഒരു ഹിന്ദു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എന്നെ രക്ഷപ്പെടുത്തി ഞാൻ ഊട്ടിച്ച് ഞാൻ കിട്ടിയതെന്ന് ഞാൻ കല്യാണം പോലെ മണ്ടേറ്റില്ല മോനോ കീറി മറന്നു അത് ഇടുന്ന ഇതാ ഇവിടത്തെ ചോയാണ് ഓടി ഈ വളവിൽ അത് ചേച്ചി ഉണ്ടായി. ചേച്ചി രണ്ട് ചേച്ചിമാരുന്നു. എന്റെ അമ്മോ ഇവിടത്തെ ചോളം ഓടിച്ച് എന്റെ അമ്മ അത് ഇച്ചിരി തോന്നുന്നു. എന്റെ അമ്മ കാണാൻ ഇച്ചിരി ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷെ ഓടിയാലും അതിന്റെ ആ നായിനെ കഴിഞ്ഞ് പേടിച്ചോടാനും കഴിച്ച് നമ്മളെ ഇതുണ്ടാവും. ഇങ്ങനെ കഴിച്ച് എന്റെ അമ്മോനോ കല്യാൺപുര കയറി ശ്വാസം മോട്ടിയിട്ട് കഴിച്ചതാ കല്യാൺപുര ഉണ്ടോ. അപ്പൊ അത്രയുള്ള വീഡിയോ ടാറ്റ.